We already learned about carbocation, the reaction intermediate. Now we can check what is meant by carbanions. Carbanions are anionic reaction intermediates. They are anionic reaction intermediates in which carbon bears a negative charge. What are carbocations? They are cationic reaction intermediates in which carbon bears a positive charge. Here they are carbanions are anionic reaction intermediates in which carbon bears a negative charge. Example, methyl carbanion or methyl anion. CH3 minus. Here carbon carries the negative charge. And ethyl carbanion CH3 CH2 minus. Another example, isopropyl carbanion CH3 twice CH minus. Isopropyl carbanion. Then tertiary butyl CH3 thrice C minus. Tertiary butyl carbanion. Then allyl carbocation പോലെ തന്നെ allyl carbanion ഉണ്ട് CH2 double bond CH minus. This is allyl anion or allyl carbanion. So these നമ്മൾ കാർബോകാറ്റയോൺ പഠിച്ചില്ലേ CH3 പ്ലസ് അതുപോലെ മൈനസ് ചാർജ് ഉള്ളവരെയൊക്കെ നമ്മൾ ആനിയോൺസ് എന്നാണ് പറയുന്നത്. മീത്തൈൽ ആനിയോൺ എന്നും പറയാം, അല്ലെങ്കിൽ മീത്തൈൽ കാർബാനിയോൺ എന്ന് പറയാം. ഈഥൈൽ ആനിയോൺ ഓർ ഈഥൈൽ കാർബാനിയോൺ, ഐസോപ്രോപ്പൈൽ ആനിയോൺ, ടെർഷ്യറി ബ്യൂട്ടൈൽ ആനിയോൺ, അലൈൽ ആനിയോൺ, ബെൻസൈൽ ആനിയോൺ എക്സെട്ര. So in these systems carbon carries the negative charge. That means in the case of carbon octet is completed. The octet is completed. For example, CH3 minus എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം CHH and that minus charge is due to these electrons. So octet is 2 4 6 8 octet is completed. So in the case of carbanions, the carbon has octet of valence electrons. So this excess of electrons, they are nucleophiles. Electrons ഉണ്ടായതുകൊണ്ട് തന്നെ they are nucleophiles ആണ്. എന്താ nucleophiles എന്ന് പറഞ്ഞാൽ nucleus loving species plus positive center ആണ് ഇവർ ഇഷ്ടപ്പെടുന്നത്, because they have negative charge. നെഗറ്റീവ് ചാർജ് ഉള്ളവരെ നമ്മൾ nucleophiles എന്ന് പറയും, പോസിറ്റീവ് ഉള്ളവരെ നമ്മൾ electrophiles എന്ന് പറയും. So carbanions are anionic carbon intermediates in which carbon carries negative charge. These are the examples. They are nucleophiles and highly unstable. ചാർജ് ഉള്ളവരെല്ലാം unstable ആണ് അല്ലേ. So they are seeking positive centers, that is nucleus. So now we want to study the formation of carbanions. In the case of carbocations, we learned that heterolytic fission leads to carbocation formation. അല്ലേ, നോക്കൂ, നമ്മൾ CX ആവുമ്പോൾ ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഇത് പ്ലസ് എന്ന് വരുന്നത് അല്ലേ. സോ ഹിയർ ഓൾസോ കാർബാനിയോൺ ഈസ് ഫോംഡ് ബൈ ദി ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഹെട്രോലിറ്റിക് ആണ്, അത് ഹോമോളിറ്റിക് അല്ലാതെ ഹെട്രോലിറ്റിക് ക്ലീവേജ് വഴിയാണ് ഫോം ചെയ്യുന്നത്. സോ ഡ്യൂറിങ് ദാറ്റ് ഹെട്രോലിറ്റിക് ക്ലീവേജ് the bonded electrons are retained on that carbon. ആ കാർബണിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ പോകുന്ന ആൾ അതിൻ്റെ തന്നെ ഇലക്ട്രോൺ ഇവിടെ കൊടുത്തിട്ട് പോവുകയാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്, കാർബാനിയോൺ. ഈ പോകുന്ന ആൾ ആ 2 ഇലക്ട്രോണും കൊണ്ട് പോകുമ്പോൾ പ്ലസ് വരും, പോകുന്ന ആൾ ആ തൻ്റെ ഇലക്ട്രോണിനും കൂടി ഇയാൾക്ക് കൊടുത്ത് പോകുമ്പോഴാണ് മൈനസ് ചാർജ് വരുന്നത്. സോ കാർബാനിയോൺസ് ആർ ഫോംഡ് ബൈ ദി ഹെട്രോലിറ്റിക് ഫിഷൻ ഓഫ് എ ബോണ്ട് in which the bonded electrons are retained by the carbon atom. For example, consider the case of acetylene. Acetylene എന്ന് പറഞ്ഞാൽ CH triple bond CH. Okay. സോ അതിലേക്ക് നമ്മളൊരു ബേസ് ആഡ് ചെയ്യുക വിചാരിച്ചോളൂ, ഏതെങ്കിലും അമീൻ ബേസ് എന്ന് പറഞ്ഞാൽ NH2 എന്നുള്ളൊരു ബേസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് ഉള്ളത് ന്യൂക്ലിയോഫൈൽ അല്ലേ. ന്യൂക്ലിയോഫൈൽ എപ്പോഴും പോസിറ്റീവ് സെൻറ്ററിലേക്കാണ് പോവുക. ഇങ്ങനെ നമ്മൾ ഓൾറെഡി പഠിച്ചു, സിംഗിൾ ബോണ്ടഡ് കാർബൺ sp3, ഡബിൾ ബോണ്ടഡ് കാർബൺ sp2, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ sp കാർബൺ ആണ് അല്ലേ. അപ്പോൾ sp കാർബൺ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. സോ ഈ ഇലക്ട്രോൺ പെയർസിനെ ഈ കാർബൺ നന്നായി ഇങ്ങോട്ട് വലിക്കും. sp കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർസിനെ കാർബൺ കൂടുതൽ വലിക്കുമ്പോൾ HH പ്ലസ് ആയിട്ടാണ് പോകുന്നത്. HH പ്ലസ് ആയി പോകാമെന്ന് വെച്ചാൽ ഇതിന് ഈ ഹൈഡ്രജനെ നമ്മൾ അസിഡിക് ഹൈഡ്രജൻ എന്നാണ് പറയുക.
ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻസ് ഒക്കെ അസിഡിക് ഹൈഡ്രജൻസ് ആണ്. കാരണം ആ ഹൈഡ്രജൻ H+ ആയി പോകും. എന്തുകൊണ്ട് H+ ആയി പോകുന്നത്? ഈ ബോണ്ടഡ് ഇലക്ട്രോൺസിനെ കൂടി ഈ കാർബൺ വലിക്കും. കാരണം കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അപ്പോൾ എന്താ, ആ H+നെയാണ് നമ്മളുടെ NH2- സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. കാരണം NH2- H+നെ തേടി നടക്കില്ല, പ്ലസ് സെൻറ്റർ. അപ്പോൾ അത് NH3 ആയിട്ട് മാറും. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? അപ്പോൾ ഈ ബോണ്ടഡ് ഇലക്ട്രോൺ, ആ ബോണ്ടഡ് പെയറിനെ മൊത്തമായിട്ട് കാർബണിന് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് ഈ ഹൈഡ്രജനെ ഇങ്ങോട്ട് അബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്. സോ വി ഹാവ് CH ട്രിപ്പിൾ ബോണ്ട് C- ആയി മാറും അല്ലേ? കാരണം ഈ 2 ഇലക്ട്രോൺ ഇവിടെ കാർബണിന് കിട്ടി. അപ്പോൾ ഒന്ന് കാർബണിൻ്റെ തന്നെ ഇലക്ട്രോണാണ്, ഒന്ന് ഹൈഡ്രജനാണ്. അപ്പോൾ എക്സസ് ഇലക്ട്രോണാണ് മൈനസ്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, മൈനസ് എന്ന് എഴുതാം. പ്ലസ് ഇവിടെ നമ്മൾ NH3 വരും. കാരണം മൈനസും ഇവിടുന്ന് പ്ലസും ചേർന്ന് NH3 ആവും. സോ ഇവിടെ നടന്നത് എന്താണ്ടായി? കാർബാനിയോൺ ഫോം ചെയ്തു ബൈ ദി ഹെട്രോലിറ്റിക് ക്ലീവേജ്. Next formation is by the decomposition of certain anions. Anions like a carboxylate ion. Carboxylate ion എന്താണ്? കാർബോക്സിലിക് ആസിഡിൽ നിന്നുണ്ടാവുന്ന അയോൺ ആണ്. ഫോർ എക്സാമ്പിൾ CH3COO- COOH, അതാണ് കാർബോക്സിലിക് ആസിഡ് അല്ലേ? അതിന് H+ പോയാലാണ് കാർബോക്സിലേറ്റ്. അസറ്റേറ്റ് അയോൺ നമ്മൾ അസിഡിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പഠിച്ചില്ലേ? ഇത് നമ്മൾ ഡിക്കമ്പോസ് ചെയ്യും. ഡിക്കമ്പോസ് ചെയ്യുന്ന പ്രോസസ്സ് ഇങ്ങനെയാണ്. ഈ ഇലക്ട്രോൺ പെയേഴ്സ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ ഡബിൾ ബോണ്ട് ആവും അല്ലേ? അപ്പോൾ കാർബണിന് 5 ബോണ്ട് ആവില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ബോണ്ട് നേരെ ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ വി ഹാവ് ദസ് ഇക്വേഷൻ. ഡിക്കമ്പോസ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺസൊക്കെ കാർബണിലേക്ക് വന്നാൽ ഇത് CH3- ആയി മാറും. പ്ലസ് ഇത് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും വിത്ത് ഫോർമേഷൻ ഓഫ് മീഥൈൽ കാർബാനിയോൺ. അപ്പോൾ ഇവിടെ എന്താണെന്ന് ഹെട്രോലിറ്റിക് ക്ലീവേജ് തന്നെയാണ് നടന്നത്. ഇത് അങ്ങോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ CH3-. ഈ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെ, ഒരു ഇലക്ട്രോൺ ഈ കാർബണിൻ്റെ. അപ്പോൾ ഇവിടുന്ന് എക്സ്ട്രാ കിട്ടിയത് കൊണ്ട് ഈ ഇലക്ട്രോണിനെ വിട്ടിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്. സോ മീഥൈൽ കാർബാനിയോൺ. ആൻഡ് അനദർ ഈസ് ബൈ ദി decomposition of organometallic compounds എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് organometallic compounds. organometallic എന്ന് പറഞ്ഞു വെച്ചാൽ കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു എ മെറ്റൽ. അതിനെയാണ് ഓർഗാനോ. കാർബൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഗാനിക്, മെറ്റൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസ്. അപ്പോൾ ഇങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ CH3 CH2 MgX. അതായത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. അപ്പോൾ അതുപോലത്തെയുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് അതിനെ ഡീകമ്പോസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? കാർബാനിയോൺസ് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കാർബോകാറ്റയോൺ പഠിച്ചു അല്ലേ? നമ്മൾ കാർബൺ വെൻ ഇറ്റ് ഈസ് അറ്റാച്ച് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവായ ഒരാളാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്ലോറിൻ, ബ്രോമിൻ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഇലക്ട്രോൺ പെയേഴ്സിനെയും കൊണ്ടാണ് അവർ പോവുക അല്ലേ? അപ്പോൾ പ്ലസ് ചാർജ് ഉണ്ടായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഇഫ് ദറ്റ് കാർബൺ ഈസ് അറ്റാച്ച് ടു എ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ദാൻ കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞത്, അല്ലെങ്കിൽ കാർബണിനേക്കാൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലുള്ളവർ. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ളവർ മെറ്റൽസ് ആണ് അല്ലേ? അപ്പോൾ കാർബൺ ഒരു മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ പ്രത്യേകത എപ്പോഴും മെറ്റൽ ഇലക്ട്രോണിനെ കൊടുത്തു പോകുന്നവരാണ്, ഇലക്ട്രോണിനെ വേണ്ട മെറ്റലിന്. അപ്പോൾ ഈ ഒരു മെറ്റലായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ബോണ്ട് ഇങ്ങനെയാണ് ക്ലീവ് ചെയ്യുക. അതായത് ഇലക്ട്രോണിനെയും കൂടി കൊടുത്തിട്ടാണ് ഈ Mg അവിടുന്ന് പോവുക. അപ്പോൾ ഹെട്രോലിറ്റിക് ക്ലീവേജ് നടക്കും. അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോൺ പെയർസ് ഇങ്ങോട്ടേക്ക് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് CH3. അപ്പോൾ ഇതെന്തായി മാറും? CH2- വരും, MgX. അത് X എന്ന് പറയുന്നത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവർ കേട്ടോ, പ്ലസ് ആയിട്ട് മാറും. സോ ഇവിടെയും ഹെട്രോലിറ്റിക് ക്ലീവേജാണ് നടന്നത്. ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, ദാറ്റ് ഈസ് ഹെട്രോലിറ്റിക് ക്ലീവേജ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് കാർബാനിയോൺ, ഈഥൈൽ കാർബാനിയോൺ അല്ലെങ്കിൽ ഈഥൈൽ ആനയോൺ. ഇപ്പോൾ കിട്ടിയില്ലേ ഫോർമേഷൻ എങ്ങനെയൊക്കെയാണ്? ബൈ ദ ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ ഹെട്രോലിറ്റിക് ക്ലീവേജ് നടന്നിട്ട് ആ ഇലക്ട്രോൺ പെയേഴ്സ് കാർബണിനെ തന്നെ കൊടുത്തു പോവുകയാണെങ്കിലാണ് നെഗറ്റീവ് ചാർജ് വരിക. ദെൻ ബൈ ഡികമ്പോസിഷൻ ഓഫ് ആനിയോൺസ് ഡികമ്പോസ് ചെയ്യുക ചെയ്തത്, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്, അപ്പോൾ ഉണ്ടാവും. ഓർ ബൈ ദ ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്,
മെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത കാർബൺ അറ്റാച്ച് ടു എ മെറ്റലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസിനെ കാർബണിന് കൊടുത്തു പോകും. സോ ദ കാർബൺ ബിയേഴ്സ് എ നെഗറ്റീവ് ചാർജ്. എന്നാൽ ഇനി അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് സ്ട്രക്ചർ എന്ന് നോക്കി നോക്കാം അല്ലേ. കാർബോകാറ്റയോൺ എന്തായിരുന്നു ഹൈബ്രിഡൈസേഷൻ? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ട്രയാഗണൽ പ്ലാനാർ സ്ട്രക്ചറാണ്. 120 ഡിഗ്രിയാണ് ആംഗിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കാർബാനിയോൺസ് ഡിഫറെൻറ്റ് ഹൈബ്രിഡൈസേഷൻസ് ആണ് കാണിക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കാർബോകാനിയോൺ. ആൻഡ് സിമ്പിൾ ആൽക്കൈൽ കാർബാനിയോൺസ് ആണെങ്കിൽ ആൽക്കൈൽ കാർബാനിയോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മീഥൈൽ, ഈഥൈൽ, ടെർഷ്യറി ബ്യൂട്ടൈലൊക്കെ. ഓക്കെ, അങ്ങനെ സിമ്പിൾ ആൽക്കൈൽ കാർബാനിയോൺസ് ആണെങ്കിൽ ദേ ആർ sp3 ഹൈബ്രിഡൈസ്ഡ്. sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. sp3 പറഞ്ഞാൽ എന്തായിരിക്കും? 4 ബോണ്ട് ഉണ്ടായിരിക്കും അല്ലേ. ഒരു എസും 3 പിയും കമ്പൈൻ ചെയ്തിട്ട് മൊത്തം 4 എണ്ണം. അപ്പോൾ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു കാർബൺ, അതിൽ 4 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട്, 4 ബോണ്ടാണ് ഫോം ചെയ്യുക. ഓക്കെ, സോ ഓരോ ഇലക്ട്രോൺ പെയറും അടുത്ത 6 ഗ്രൂപ്പ് കാർബണായിട്ട് അറ്റാച്ച് ചെയ്യും. ഒന്ന് ഇങ്ങനെ വെറുതെ നിൽക്കും, ആ ലോൺ പെയേഴ്സ് അല്ലേ. ഇതല്ലേ CH3- എന്ന് പറഞ്ഞാൽ എങ്ങനെ? സോ സിമ്പിൾ ആൽക്കൈൽ കാർബാനിയോൺസ് ആർ sp3 ഹൈബ്രിഡൈസ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ CH3- എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH മൈനസ് ചാർജ് എന്ന് പറയുന്നത് 2 ലോൺ പെയേഴ്സ് കാരണം അല്ലേ. സിഗ്മ ബോണ്ട്. സോ വാട്ട് ഇസ് ദ ഷേപ്പ്? ഇറ്റ് ഹാവ് എ ടെട്രാഹിഡ്രൽ ഷേപ്പ്. ടെട്രാഹിഡ്രൽ ആയിരിക്കും. ഓക്കെ, നമ്മളുടെ മീറ്റെയിൻ CH4 എന്നാ പറഞ്ഞ സ്ട്രക്ചർ ഇങ്ങനെയാണ് അല്ലേ. എല്ലാം H ആണ്, ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറാണ്. ഇവിടെ എല്ലാം ബോണ്ട് പെയേഴ്സ് ആണ്. സോ ബോണ്ട് ആംഗിൾ, ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ആക്ച്വൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് കാർബാനിയോൺ വി ക്യാൻ സീ ദാറ്റ് ദർ ആർ 3 സിഗ്മ ബോണ്ട്സ്. ഇത് സിഗ്മയാണ്. ഇതിനെ നമ്മൾ ലോൺ പെയർ എന്നാണ് പറയുക അല്ലേ. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നടക്കുന്ന ആളെ ലോൺ പെയർ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇതും ഇലക്ട്രോൺ ആണ്, ഇതും ഇലക്ട്രോൺ പെയേഴ്സാണ്. ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിൽ റിപ്പൽ ചെയ്യും അല്ലേ. റിപ്പൽ ചെയ്യുന്നതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: ലോൺ പെയർ repulsion is greater than lone pair bond pair repulsion greater than bond pair repulsion. അതായത് ഇത് ബോണ്ട് പെയറും ആണ്. ഇവർ തമ്മിലുള്ള റിപ്പൾഷനേക്കാൾ കൂടുതലാണ് ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. ഇനി ഇവിടെ വേറൊരു ലോൺ പെയർ കൂടി ഉണ്ട് വിചാരിച്ചോളൂ, അപ്പോൾ റിപ്പൾഷൻ കൂടുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് HOH, ഓക്സിജനിലുള്ള 2 ലോൺ പെയേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്പൾഷൻ കൂടുക ചെയ്യുക. അപ്പോൾ ഈ റിപ്പൾഷൻ കാരണം എന്ത് ചെയ്യും? ഈ ബോണ്ടുകളെല്ലാം കുറച്ച് അടുത്ത് വരും. അപ്പോൾ 109-28 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും കാർബാനിയോണിലുള്ള ആംഗിൾസ്. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് 97 to 100 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? യൂഷ്വൽ ടെട്രാഹിഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. എല്ലാ ബോണ്ടും സെയിം ആണെങ്കിൽ എല്ലായിടത്തേക്കുള്ള റിപ്പൾഷൻസ് എല്ലാം സെയിം ആണ്. സോ ഹിയർ കാർബാനിയോണിൽ sp3 ഹൈബ്രിഡൈസേഷൻ കൊണ്ട് ടെട്രാഹൈഡ്രൽ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ബോണ്ട് പെയറും ഇത് ലോൺ പെയറുമാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർസ് നമ്മൾ റിപ്പൽ ചെയ്യുമ്പോൾ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷനേക്കാൾ കൂടുതലാണ്. റിപ്പൾഷൻ അതിൻ്റെ എഫക്റ്റ് കൂടുതലാണ് വെൻ കമ്പയർ ടു ബോണ്ട് പെയർ. അപ്പോൾ ബോണ്ട് പെയർസിന് കുറച്ച് അടുത്ത് വന്നാലും പ്രശ്നമില്ല, ഇവിടുന്ന് വിട്ട് നിൽക്കാനാണ് തോന്നുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവരിങ്ങനെ അടുത്തേക്ക് വരും അല്ലേ. അടുത്തേക്ക് വരിക പറഞ്ഞാൽ കുറച്ചേ അടുത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ 109 ആംഗിൾ ഈസ് റെഡ്യൂസ്ഡ് ടു 97.100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആൻഡ് നമ്മളുടെ അമോണിയയുടെ അതേ സ്ട്രക്ചറാണ്. അമോണിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, HH. അമോണിയയുടെ അതേ സ്ട്രക്ചറാണ് ആൽക്കൈൽ കാർബാനിയോൺസിന്. അപ്പോൾ നമ്മൾ പഠിച്ചു സിമ്പിൾ ആൽക്കൈൽ കാർബാനിയോൺസ് ഒക്കെ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ പഠിച്ചു അല്ലേ കുട്ടികളെ, നോക്കൂ, അസെറ്റിലിൻ, അതിൽ നിന്നുണ്ട് ഇതിന് അസെറ്റിലൈഡ് അയോൺ എന്നാണ് പറയുക. അതായത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിനാണ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിന് നെഗറ്റീവ് ചാർജുള്ള സിസ്റ്റം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടഡ് കാർബണ് നെഗറ്റീവ് ചാർജുള്ള സിസ്റ്റംസ് ഉണ്ടായിരിക്കാം. സോ അത്തരം കേസിലൊക്കെ ഇഫ് ഡബിൾ ബോണ്ടഡ് കാർബണാണ് നെഗറ്റീവ് ചാർജ് കാർബാനിയോൺ ആണെങ്കിൽ ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും, ഇത് sp ഹൈബ്രിഡൈസ് ആയിരിക്കും. കാരണം ഡബിൾ ബോണ്ടഡ് കാർബൺ എപ്പോഴും sp2 ആയിരിക്കില്ലേ, ട്രിപ്പിൾ ബോണ്ടഡ് sp ആയിരിക്കും. സോ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സിംപ്ലി പറയാം, സിംഗിൾ ബോണ്ടഡ് കാർബാനിയോൺ ആണെങ്കിൽ sp3 അല്ലേ. നോക്കൂ,
സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ sp3 എന്ന് പറയാം, sp2 പറയാം, sp എന്ന് പറയാം. പക്ഷേ ഇതിനെ നമുക്ക് എപ്പോഴും sp3 കാർബൺ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അലൈൽ കാർബാനിയോൺ പഠിച്ചു, CS2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CS2 മൈനസ്. ഇവിടെ ആ നെഗറ്റീവ് ചാർജുള്ള കാർബൺ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റമായിട്ട് ഒരു ഡബിൾ ബോണ്ടഡ് കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അത്തരം കേസിൽ ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ആണ്. അതായത് ചാർജുള്ള ആ നെഗറ്റീവ് ചാർജുള്ള കാർബൺ ഒരു ഡബിൾ ബോണ്ടഡ് കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പോൾ 3 തരമുണ്ട്. എല്ലാം സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആണെങ്കിൽ sp3, ഡബിൾ ബോണ്ടഡ് കാർബണിലാണെങ്കിൽ sp2, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ sp ആയിരിക്കും. ദെൻ നമ്മളുടെ ചാർജുള്ള കാർബൺ ഒരു ഡബിൾ ബോണ്ടഡ് കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റെസൊണൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോവാം. സോ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. CS2 മൈനസ്, ഇത് സിംഗിൾ ബോണ്ട് ആവും, ഇത് ഡബിൾ ബോണ്ട് CS2. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോൺജുഗേഷൻ നടക്കും. Next we can check the stability of different types of carbanions. Carbocations നമ്മൾ already പഠിച്ചു അല്ലേ. Tertiary carbocation is more stable than secondary, than primary, than methyl എന്ന് പറഞ്ഞു. And this is explained on the basis of inductive effect. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, സ്റ്റെബിലിറ്റി കുറയും. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും. ദിസ് ഈസ് ഫോർ കാർബോകാറ്റയോണിൻ്റെ കേസ് അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചു റെസൊണൻസ് എഫക്റ്റൊക്കെ ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ, അങ്ങനത്തെയൊക്കെ എഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും. അതേ കാര്യം തന്നെയാണ് നമ്മൾ കാർബാനിയൻസ്, പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് വരിക. നമ്മൾ കാർബോകാറ്റോണിൻ്റെ കേസിൽ പഠിച്ചു, ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു ഫാക്ടർ ദാറ്റ് ഇഫ് ഇറ്റ് ഇൻറ്റൻസിഫൈ ദ പോസിറ്റീവ് ചാർജിനെ ഇൻറ്റൻസിഫൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും. ഈ പോസിറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യുകയാണ്, പോസിറ്റീവ് ചാർജിനെ ഇല്ലാതാക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഈ സ്റ്റെബിലിറ്റി കൂട്ടും ചെയ്യും. അതുപോലെ കാർബാനിയോൺസിൻ്റെ കേസസിൽ ദ ഫാക്ടർ ദാറ്റ് ഡിസ്പേഴ്സ് ദ നെഗറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ദ ഫാക്ടർ ദാറ്റ് വിൽ ഇൻറ്റൻസിഫൈ ദ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ് അടുത്ത എങ്കിൽ വീണ്ടും ഇതിലേക്ക് ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് കൂടും അല്ലേ. എപ്പോഴും ഒരു സിസ്റ്റം ശ്രമിക്കുന്നത് ചാർജ് ഇല്ലാതെയാക്കാൻ, ചാർജിനെ മിനിമൈസ് ചെയ്യാനാണ്. സോ നമുക്കറിയാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി കുറയും. ഈ കേസിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് സ്റ്റെബിലിറ്റി കൂട്ടും, ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് സ്റ്റെബിലിറ്റി കുറയ്ക്കും. പകരം ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുക ചെയ്യുന്നത്. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വിൽ ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺസ് അല്ലേ. ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നവരാണ് അടുത്തെങ്കിൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും, കാരണം നെഗറ്റീവ് ചാർജിനെ അവരൊക്കെ വലിച്ചെടുക്കും അല്ലേ. ആൻഡ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ്, എന്താ ഇലക്ട്രോൺ റിലീസിങ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അല്ലേ, അതൊക്കെ അടുത്തുണ്ടെങ്കിൽ അത് വീണ്ടും ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വിൽ ഡിക്രീസ് ദ സ്റ്റെബിലിറ്റി. സോ വാട്ട് വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓർഡർ? ഒരു ടെർഷറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 4 ഭാഗത്തും CH3 3 ഭാഗത്തും CH3, പിന്നെ ഇവിടെ നെഗറ്റീവ് ചാർജാണ് വരുന്നത് അല്ലേ. ഇയാളുടെ സ്വഭാവം എന്താണ്, ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുക്കുക. ഇത് പ്ലസ് ആയിരുന്നു എങ്കിൽ സ്റ്റെബിലിറ്റി കൂടി, ഇത് നേരെ ഓപ്പോസിറ്റ് സ്റ്റെബിലിറ്റി കുറയുക ചെയ്യുക അല്ലേ. സോ ദ ഓർഡർ ഈസ് ടെർഷറി, ലെസ് സ്റ്റേബിൾ ദാൻ സെക്കൻഡറി, ലെസ് സ്റ്റേബിൾ ദാൻ പ്രൈമറി ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ വൺ ഈസ് CS3 മൈനസ്, കാരണം ഒരു ഫാക്ടറും ഇല്ല. പിന്നെ ഇനി C കൂടി വരുന്തോറും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക, സ്റ്റെബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. സോ ആൽക്കൈൽ കാർബാനിയോൺസ് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഇൻറ്റൻസിഫൈ ചെയ്യും, സ്റ്റെബിലിറ്റി കുറയും. ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കൂട്ടും. അപ്പോൾ ഇതായിരിക്കും ഓർഡർ അല്ലേ. എന്നാൽ നമുക്ക് വേറെ അലൈൽ കാർബാനിയോണെ എടുത്തു നോക്കാം. എന്താണ്, CS2 ഡബിൾ ബോണ്ട് CH2 മൈനസ് അല്ലേ. ഇതിനൊരു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ടേക്ക് പോരാം. അപ്പോൾ എന്ത് സംഭവിക്കും, it is resonance stabilized and have formula CH2 minus CH double bond CH2. അതായത് കുറച്ച് നേരം ഈ കാർബണിനായിരുന്നു നെഗറ്റീവ് ചാർജ്, അടുത്ത സമയത്ത് നോക്കുമ്പോൾ കാണാം ഇതിന്. അപ്പോൾ ഇവർക്ക് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും അല്ലേ. അപ്പോൾ അതിനർത്ഥം കൂടുതൽ സ്റ്റെബിലൈസേഷൻ കിട്ടി. അപ്പോൾ അലൈൽ ഫ്രീ റാഡിക്കൽസിൻ്റെ ഒക്കെ കേസിൽ കോൺജുഗേഷൻ വരുമ്പോഴും ദ സിസ്റ്റം ബിക്കം മോർ സ്റ്റേബിൾ.
ഇതേപോലുള്ളൊരു റെസനേറ്റിംഗ് എഫക്റ്റാണ് നമ്മളുടെ ബെൻസൈൽ കാർബാനിയോൺ. നമ്മൾ ബെൻസൈൽ കാർബോ കാറ്റയോണിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചില്ലേ മക്കളെ? CH2+ വരുമ്പോൾ ഇങ്ങനെ ഇതായി പോകും എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ CH2- വരുമ്പോൾ ബെൻസൈൽ കാറ്റയോൺ പഠിച്ച പോലെ തന്നെ ബെൻസൈൽ ആനയോൺ ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഈ ബോണ്ട് ഇവിടേക്ക് പോകും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ദെൻ നെഗറ്റീവ് ചാർജ് ബോണ്ടിലേക്ക് പോരും, ബോണ്ടിൽ നിന്ന് ആറ്റത്തിലേക്ക്, ദെൻ ആറ്റത്തിൽ നിന്ന് ബോണ്ടിലേക്ക്, ബോണ്ടിൽ നിന്ന് ആറ്റത്തിലേക്ക്, അങ്ങനെ റെസണൻസ് സ്റ്റെബിലൈസേഷൻ വരും അല്ലേ. 1 2 3 4 5 റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ലാസ്റ്റ് CH2- ഉണ്ടായിരിക്കും. അപ്പോൾ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാർബണും ആ നെഗറ്റീവ്സിനെ ബിയർ ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് മാത്രം എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായിരിക്കും? കൂടുതൽ സ്റ്റേബിൾ ആവും. ദെൻ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ വേറൊരു ബെൻസീൻ റിങ് കൊണ്ടുവരിക വിചാരിക്കൂ. അപ്പോൾ ഇങ്ങോട്ടേക്കും നടക്കാമല്ലോ. അപ്പോൾ ഇതിനെ കൂടാതെ ഇവിടെയും റെസനൻസ് സ്ട്രക്ചേഴ്സ് മാറ്റാം. ദെൻ ഈ ഹൈഡ്രജനെ മാറ്റി വീണ്ടും നമ്മളൊരു ബെൻസീൻ റിങ് കൊടുത്താൽ അങ്ങോട്ടേക്കും റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലേ ഓർഡർ. ഇതാണ് ഈ എഴുതിയിരിക്കുന്നത്. Then there is another carbanion, its name is cyclopentadienyl anion. സൈക്ലോപെൻഡ അതായത് 5 കാർബൺ സൈക്ലിക് ആണ്. അപ്പോൾ സൈക്ലോപെൻഡ-ഡൈ-ഈനൈൽ എന്ന് പറഞ്ഞാൽ 2 ഈൻ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, ആൽക്കീൻ ഗ്രൂപ്പ്, ഡൈ-ഈനൈൽ ആനിയോൺ കാർബാനിയോൺ. സോ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഒരു പെൻറ്റഗൺ, ഡബിൾ ബോണ്ടഡ് ഉണ്ട്. ഓക്കെ, സോ ഇതിന് പ്രത്യേകത, ഇതിനെ പറയുന്ന പേര് ഹക്കൽ സിസ്റ്റം എന്നാണ്. ഇനി അരോമാറ്റിസിറ്റിയിൽ നിങ്ങൾ പഠിക്കും ഹക്കൽ സിസ്റ്റം കണ്ടെയ്നിങ് 4n+2 പൈ ഇലക്ട്രോൺസ്, അതായത് 6 ഇലക്ട്രോൺസ് ആണുള്ളത്, പൈ ഇലക്ട്രോൺസ് 2 4 ഈ 2 കൂടി 6. അപ്പോൾ ഇതിങ്ങനെ കോൺജുഗേഷൻ, റെസനൻസ് സ്റ്റെബിലൈസേഷൻ, കോൺജുഗേഷൻ ഉണ്ടായിരിക്കും. ഇത് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും, ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കൂ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഡിഫറെൻറ്റ് അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതന്നെ കിട്ടും. അപ്പോൾ ചാർജ് ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് എല്ലാ കാർബണിലും ആ ചാർജ് ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുക ചെയ്യുന്നത്, എല്ലാത്തിലും ഇങ്ങനെ ആ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സോ സൈക്ലോപെൻഡ-ഡൈനൈൽ ആനിയോൺ എന്ന് പറയുന്നത് ഒരു ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാർബാനിയോൺ ആണ്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഹക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 4n+6 പൈ ഇലക്ട്രോൺസ് ഉള്ള ഒരു പ്ലാനാർ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹക്കൽ എന്ന് പറയുക. അത് അരോമാറ്റിസിറ്റി എന്നുള്ള ടേമിൽ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു sp3 കാർബാനിയോൺ ഉണ്ട് അല്ലേ, ആൽക്കൈൽ കാർബാനിയോൺസ്, sp2 കാർബാനിയോൺസ് ഉണ്ട്, sp കാർബാനിയോൺസ് ഉണ്ട്. sp3 എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളുടെ സിമ്പിൾ കാർബാനിയോൺസ് R പറഞ്ഞിട്ട് ഇവിടെ മൈനസ് ചാർജ് ഉള്ളവർ sp3. sp2 പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ നെഗറ്റീവ് ഉള്ളവർ, sp എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ നെഗറ്റീവ് ഉള്ളവർ. അപ്പോൾ നമുക്കറിയാം sp കാർബൺ ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ sp2 ദാൻ sp3. അപ്പോൾ മോർ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജിനെ നന്നായി വലിക്കാൻ ഈ കാർബണിന് കഴിയും, sp കാർബണിന്. അപ്പോൾ sp കാർബാനിയോൺ ആണ് മോർ സ്റ്റേബിൾ ദാൻ sp2 ദാൻ sp3 കാർബാനിയോൺ. sp3 കാർബൺ അതായത് ഇവിടെ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് sp കാർബൺ ഈസ് ഗ്രേറ്റർ ദാൻ sp2 ദാൻ sp3. ഇലക്ട്രോ നെഗറ്റിവിറ്റി പറഞ്ഞാൽ ഈ ചാർജിനെ വലിക്കാനുള്ള കഴിവ് അല്ലേ. അപ്പോൾ ഈ കാർബണിലാണ് കൂടുതൽ സ്റ്റേബിൾ ആവുക. ഓക്കെ, അത്രയും കൂടി. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാർബാനിയോണിനെ കുറിച്ച് പഠിച്ചത്. ഒരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ്, കാർബൺ ഹാവിങ് നെഗറ്റീവ് ചാർജ്. ദെൻ ഡിഫറെൻറ്റ് sp3 ഉണ്ട്, sp2 ഉണ്ട്, sp ഉണ്ട്. സ്റ്റെബിലിറ്റി ഓർഡർ ടേഴ്സറി ലെസ് സ്റ്റേബിൾ ദാൻ സെക്കൻഡറി, ലെസ് സ്റ്റേബിൾ ദാൻ പ്രൈമറി ദാൻ മീത്തൈൽ. നമ്മുടെ കാർബോ കാറ്റോണിൻ്റെ നേരെ ഓപ്പോസിറ്റ്.